അഭിമുഖ്യമുള്ളവരായി വളർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മനുഷ്യബുദ്ധിയേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കണ്ടുപിടുത്തങ്ങൾ ആധുനിക മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കുന്നിടത്ത് നന്മയുടെയും സ്നേഹത്തിന്റെയും ചേരുവകൾ ഉൾച്ചേർക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണമെന്ന് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ ഇത്രാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചു, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചു, 10ാം ക്ലാസ്സിൽ എൻ്റെ മുടി ഇതായിരുന്നു, എൻ്റെ ബി ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ എ ആയിരുന്നു എന്നെല്ലാം നമ്മൾ ഗ്രഹാതുരത്വം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ഇവിടെ ആഹ്ലാദം നിറഞ്ഞ നാളുകളാണ്. അന്നൊക്കെ കഷ്ടപ്പാടുകളും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന നാളുകളിൽ പോലും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സ്കൂളിൽ പ്രവേശനം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർക്ക് പ്രവേശനം കൊടുക്കാൻ ധീരത കാണിച്ച വിപ്ലവകാരി കൂടിയായിരുന്നു പാലക്കാട് മണപ്പാട്ട് കുഞ്ഞാമത് ഹാജി. അത് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളുകളാണ്. ഇന്ന് നമ്മൾ 100 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മളൊരു വൈജ്ഞാനിക സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നോളജ് എക്സ്പ്ലോഷൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എന്തായിരുന്നു പാടും? നമുക്ക് ലൈബ്രറിയിൽ പോയി നോക്കണം, അധ്യാപകരെ അന്വേഷിച്ച് പോകണം, കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ കുട്ടികളില്ല, കുട്ടികളെങ്കിലും പേടിയാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തുതാപരമായ തെറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കുട്ടിക്ക് എണീക്കെന്ന് പറയാൻ തെറ്റാണ് സാറിന് പറഞ്ഞല്ലോ. കാരണം ഇൻഫർമേഷൻ ഈസ് ഓൺ ദെയർ ഫിംഗർ ടിപ്പ്, അവരുടെ വിരൽത്തുമ്പുകളിലാണ് അറിവെന്ന് പറയുന്നത്. നമ്മുടെ കാലത്ത് അതില്ലായിരുന്നു, അല്ലേ? നമ്മുടെ കാലത്ത് അതില്ലായിരുന്നു, വളരെ വേഗത്തിലാണ്. അത് അറിവാണ്, വേറെ എവിടെയോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിവാണ്. ആ അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരിച്ചറിവ് കൂടി ലഭിക്കുന്നതിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവാക്കിക്കൊണ്ട് വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഗവേഷണങ്ങൾ നടക്കുന്നു. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. അറിവെന്ന് പറഞ്ഞാൽ അതിന്റെ വേഗത വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഭാവിയെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച്, മെഡിക്കൽ സയൻസിനെ കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, മനുഷ്യ വംശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകളാണ്. സയൻസ്, പുതിയ കാര്യങ്ങൾ, എല്ലാം പുതിയ അറിവുകൾ ഉണ്ടാവുകയും. എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനി അസോസിയേഷൻ പുറത്തിറക്കുന്ന സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് സുവനീർ ഏറ്റുവാങ്ങി. അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അലുമിനി അസോസിയേഷൻ വൈസ് ചെയർമാൻ ഇ വി രമേശൻ എഡിറ്റോറിയൽ ബോർഡിനെയും പടവുകൾ എന്ന പേരിലെ സുവനീറും പരിചയപ്പെടുത്തി. വിരമിക്കുന്ന അധ്യാപകർ, സ്കൂൾ ജില്ലാ കലോത്സവ പ്രതിഭകൾ, ഏറ്റവും നല്ല നാടക നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് റഷീദ് എന്നിവർക്കുള്ള ആദരവും അനുമോദനവും കയ്പമംഗലം എംഎൽഎ ഇ ടി ടൈസൺ നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. അടുത്ത കാലത്ത് മൺമറഞ്ഞ മഹാരഥന്മാരെയും അലുമിനി അംഗങ്ങളെയും എഡിറ്റോറിയൽ ബോർഡ് അംഗം ഫൈസൽ വലിയാറ അനുസ്മരണം നടത്തി. അലുമിനി അസോസിയേഷൻ ട്രഷറർ ഖദീജ ബി കെ എ സ്വാഗതവും അലുമിനി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ ജി ശ്രീകല നന്ദിയും പറഞ്ഞു. കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനായി അന്ന് പലരും ധൈര്യപ്പെടാതിരുന്ന ഒരു സംഗതി, ഒരു പണക്കാരനായ ഒരാൾ വിപ്ലവകാരിയായതിൻ്റെ പരിണിത ഫലമായിരുന്നു നാം എല്ലാം കണ്ട ഈ നാടിൻ്റെ വികസനത്തിൻ്റെ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മുഖഛായ മാറ്റിയ ആ യജ്ഞം. അതിൻ്റെ പരിസമാപ്തിയായിരുന്നു ഈ 100ാം വാർഷിക സമ്മേളനം വിപുലമായി ആഘോഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാം 2016 തുടങ്ങി വെച്ച എറിയാട് ഗവൺമെന്റ്